സിറ്റുവേഷൻ ടൈം പീപ്പിൾ ടീച്ച് ബെറ്റർ ലെസൺ ദാൻ എ ബുക്ക്. നമ്മൾ സ്കൂളിലും കോളേജിലുമായി ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, ഡിഗ്രികൾ നേടാറുണ്ട്. തീർച്ചയായും അറിവ് നേടാൻ പുസ്തകങ്ങൾ അത്യാവശ്യമാണ്. എന്നാൽ ജീവിതം എന്ന വലിയ പരീക്ഷയിൽ നമ്മളെ ജയിപ്പിക്കുന്നത് പുസ്തകത്തിലെ വരികളല്ല, മറിച്ച് നമ്മുടെ അനുഭവങ്ങളാണ്. സാഹചര്യങ്ങൾ, സമയം, വ്യക്തികൾ ഇവ പുസ്തകത്തേക്കാൾ വലിയ പാഠങ്ങൾ പഠിപ്പിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യത്തേത് സാഹചര്യങ്ങളാണ്. ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരും. സാമ്പത്തിക തകർച്ചയാകാം, ആരോഗ്യ പ്രശ്നങ്ങളാകാം. അപ്പോഴാണ് നമ്മൾ നമ്മുടെ യഥാർത്ഥ കഴിവ് തിരിച്ചറിയുന്നത്. പുസ്തകങ്ങൾ നമുക്ക് തിയറികൾ പറഞ്ഞു തരും, പക്ഷേ ഒരു പ്രതിസന്ധിയെ എങ്ങനെ നേരിടണം എന്ന് പഠിപ്പിക്കുന്നത് ആ സാഹചര്യമാണ്. വീഴുമ്പോഴാണ് എങ്ങനെ എഴുന്നേൽക്കണം എന്ന് നമ്മൾ പഠിക്കുന്നത്. ഓരോ പ്രതിസന്ധിയും നിങ്ങളെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റുന്നു. രണ്ടാമത്തേത് സമയമാണ്. കാലം എല്ലാ മുറിവുകളും ഉണക്കുമെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പല സത്യങ്ങളും വെളിപ്പെടുത്തുന്നതും സമയമാണ്. ഇന്ന് നിങ്ങൾ വലിയ വിഷമമായി കാണുന്ന ഒരു കാര്യം 5 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു നിസ്സാര കാര്യമായി തോന്നും. അത് കാലം തരുന്ന പക്വതയാണ്. ആരൊക്കെ കൂടെയുണ്ടാകും, ആരൊക്കെ വിട്ടുപോകും എന്ന് സമയം തെളിയിക്കും. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മളെ പഠിപ്പിക്കുന്നത് സമയമാണ്. സമയം കടന്നു പോകുമ്പോൾ നമ്മൾ കൂടുതൽ വിവേകമുള്ളവരായി മാറുന്നു. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് വ്യക്തികൾ. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും ഒരു പാഠപുസ്തകമാണ്. ചിലർ നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കും, ചിലർ വിശ്വസിക്കാൻ പഠിപ്പിക്കും. എന്നാൽ മറ്റു ചിലർ ആരെയും അന്ധമായി വിശ്വസിക്കരുത് എന്ന് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ പഠിപ്പിച്ചു തരും. വഞ്ചനയും സ്നേഹവും ഒരുപോലെ മനുഷ്യർ നമുക്ക് നൽകുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന തിരിച്ചറിവ് ലോകത്തെ ഒരു പുസ്തകത്തിനും നൽകാൻ കഴിയില്ല. ലോകത്തിലെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ സർവകലാശാല. അവിടെ തോൽവികൾ ഉണ്ടാകാം, സങ്കടങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഓർക്കുക, ആ അനുഭവങ്ങളാണ് നിങ്ങളെ മറ്റാരേക്കാളും കരുത്തരാക്കുന്നത്. പുസ്തകങ്ങൾ നമുക്ക് അറിവ് നൽകുന്നു, എന്നാൽ അനുഭവങ്ങൾ നമുക്ക് തിരിച്ചറിവ് നൽകുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ഇരുമ്പ് കഷ്ണം എടുക്കുക. അത് സാധാരണ നിലയിലിരിക്കുമ്പോൾ അതിന് വലിയ മാറ്റമൊന്നുമില്ല. എന്നാൽ അതൊരു തീയിൽ ചുട്ടുപഴുപ്പിക്കുകയും അടിച്ചു പരത്തുകയും ചെയ്യുക. ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അതൊരു മൂർച്ചയുള്ള വാളായി മാറുന്നത്. നമ്മുടെ ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങളും നമ്മളെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ആ തീച്ചൂളകളാണ്. ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമുക്ക് വേണ്ടിയല്ല, മറിച്ച് നമുക്കൊരു പാഠം നൽകാനാണ്. നമ്മൾ ഒരുപാട് സ്നേഹിച്ച ഒരാൾ നമ്മളെ ചതിക്കുമ്പോൾ ആ വേദനയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം സ്വയം സ്നേഹിക്കണം എന്നതാവാം. അത് ലോകത്തെ ഏറ്റവും വലിയ സൈക്കോളജി പുസ്തകത്തിനും പഠിപ്പിച്ചു തരാൻ കഴിയില്ല. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. 5 വർഷം മുമ്പ് നിങ്ങൾ സങ്കടപ്പെട്ടിരുന്ന അതേ കാര്യമോർത്ത് ഇന്നും നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. അതാണ് സമയം തരുന്ന പാഠം. അന്ന് വലിയ മല പോലെ തോന്നിച്ച പ്രശ്നങ്ങൾ ഇന്ന് ഒരു ചെറിയ കല്ല് പോലെ നിസ്സാരമായി മാറിയിട്ടുണ്ടാകും. പുസ്തകങ്ങൾ നമുക്ക് വിവരങ്ങൾ നൽകുന്നു, അത് പരീക്ഷ എഴുതാൻ സഹായിക്കും. എന്നാൽ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നമുക്ക് വിവേകം നൽകുന്നു. അറിവുള്ള ഒരുപാട് ആളുകൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാറുണ്ട്. കാരണം അവർക്ക് പുസ്തകത്തിലെ അറിവുണ്ട്, പക്ഷേ സാഹചര്യങ്ങളെ നേരിടാനുള്ള പക്വതയില്ല. ആ പക്വത ജീവിതം തരുന്ന തിരിച്ചടികളിൽ നിന്നേ ലഭിക്കൂ. സാഹചര്യങ്ങൾ മാറുമ്പോൾ പരാതിപ്പെടാതെ അതിൽ നിന്ന് എന്ത് പഠിക്കാം എന്ന് ചിന്തിക്കുക. മാറ്റങ്ങളെ ഉൾക്കൊള്ളുക, ക്ഷമ ശീലിക്കുക. മോശം സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ സമയം മാറുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. കാലം എല്ലാത്തിനും ഉത്തരം നൽകും. മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുക. ഓരോ വ്യക്തിയുമായും സംസാരിക്കുമ്പോൾ അവർക്ക് എന്ത് നല്ല കാര്യമാണ് നിങ്ങളെ പഠിപ്പിക്കാനുള്ളതെന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഓരോ മുറിപ്പാടും ഒരു കഥയാണ് പറയുന്നത്. ഓരോ കണ്ണുനീരും ഒരു പാഠമാണ്. അതുകൊണ്ട് പഠിക്കാൻ തയ്യാറാകുക.
പുസ്തകങ്ങൾ അടച്ചു വെച്ചാലും നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ പഠനം ഒരിക്കലും നിർത്തരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച ആ വ്യക്തിയോ സാഹചര്യമോ ഏതാണ്? അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് പരസ്പരം അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പാഠങ്ങൾ പഠിപ്പിച്ച അനുഭവം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. താങ്ക് യു. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.